നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഉത്തരവ് നാളെ. മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരെന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഉത്തരവല്ലേ നാളെ വരാനിരിക്കുന്നത്? തീർച്ചയായും നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള കണ്ടെത്തൽ ഏറെ പ്രസക്തമായിരുന്നു. ഈ കണ്ടെത്തലിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിത ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. വിവിധ തലങ്ങളിൽ വാദം കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി അന്വേഷണം വേണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് നാളെ ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ നാളെ ഉത്തരവ് പറയുന്നത്. തന്റെ സ്വകാര്യ ദൃശ്യങ്ങളാണ് ഈ മെമ്മറി കാർഡിൽ ഉള്ളത് എന്ന് അതിജീവിത ഹർജിയിൽ പറയുന്നു. അതിനാൽ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമോ തുടങ്ങിയ കാര്യങ്ങൾ തനിക്ക് ഏറെ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്നത് കണ്ടെത്തണമെന്നുള്ളതാണ് അതിജീവിതയുടെ ആവശ്യം. മാത്രവുമല്ല, പലപ്പോഴും അസമയങ്ങളിലാണ് ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നത് എന്നും അതിജീവിത പറയുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണമാണ് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മുതൽ വീഡിയോ ഫയൽ വരെയുള്ളവയ്ക്ക് നേരിയ വ്യത്യാസമെങ്കിലും വന്നാൽ അറിയാൻ സാധിക്കുന്ന ഒരു മൂല്യം എന്ന് പറയാം ഹാഷ് വാല്യൂവിനെ. പങ്കുവയ്ക്കുന്ന ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ദൃശ്യത്തിൽ ഒരു അക്ഷരമോ സ്പേസോ കൂടുതലിട്ടാൽ പോലും അത് കൃത്യമായി തിരിച്ചറിയാനാവും. മാത്രവുമല്ല, ഇത് ഏത് സിസ്റ്റത്തിൽ വെച്ചാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനുമാകും. ശരി പ്രദീപ്.